എന്റെ ദൈവമേ, ഇതെന്തോരം ജോലികളാ ഈ അടുക്കളയിൽ എനിക്കെന്നും ചെയ്യാനുള്ളത്. എന്റെ ഒരു വിധി, ഈ വീട്ടിലത്തെ മുഴുവൻ ജോലികളും ഞാൻ തന്നെ ചെയ്യണ്ടേ. ഈ റീൽസ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം. ഈ ജിറാഫിന് എന്ത് കളർ കൊടുക്കും ഞാൻ? ജിറാഫിന്റെ കളർ മഞ്ഞ തന്നെയല്ലേ, അത് തന്നെ കൊടുക്കാം. എല്ലാ മക്കളെ, ഞാൻ അടുക്കളയിൽ കിടന്ന് എത്ര സമയമായി കഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തന്നൂടെ? അയ്യോ അമ്മ, ഇപ്പോഴൊന്നും പറയല്ലേ. എനിക്ക് ഈ റീൽസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അതൊക്കെ ഒന്ന് വൈറലാക്കേണ്ടതാണ്. ഒരു പിങ്കിമോളെ, ലച്ചു, ഞാനിവിടെ രാവിലെ മുതൽ പണിയെടുത്തെടുത്തെടുത്തെടുത്ത് മടുത്തു. നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചോ? വല്ലപ്പോഴെങ്കിലും ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ നിങ്ങൾക്ക്? അയ്യോ അമ്മ, എന്നോടൊന്നും പറയല്ലേ. ഞാനിവിടെ വലിയൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. ഈ റീൽസ് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാക്കണം. അമ്മേ, ചേച്ചിയെ പോലെയല്ല ഞാൻ അമ്മയെ സഹായിക്കാം. ഈ വീട് മുഴുവൻ ഞാൻ ഇന്ന് അടിച്ചു വാരും. എൻ്റെ പൊന്നുമോൾ, ഈ വീട്ടിൽ എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. കണ്ടോടി ചേച്ചി, അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം. നീ അമ്മയെ സോപ്പിട്ട് പതപ്പിച്ച് കിടത്തും. അതൊന്നല്ല, ഞാൻ ഈ വീട് മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കാൻ പോവുകയാ. ഇന്നെന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. അയ്യോ, ഒന്ന് നിർത്തടി. എടി നിർത്തടി, നിന്റെ ഈ പാട്ട് കേട്ടാലേ കാക്കകൾ വരെ തിരിച്ച് കൂട്ടിലേക്ക് പറന്ന് കയറിപ്പോകും. ചേച്ചി കസൂയാണ്. ഞാൻ ഇവിടൊക്കെ തൂത്തുവാരി വൃത്തിയാക്കാൻ പോവുകയാണ്. ഞാൻ അമ്മയുടെ നല്ല മോളാകാൻ നോക്കുമ്പോൾ സമ്മതിക്കില്ല അല്ലേ? അയ്യോ അമ്മച്ചേ, പോയി. അമ്മ അറിഞ്ഞാൽ എന്തായാലും എന്നെ ചമ്മന്തിയാക്കും. എന്തൊക്കെയായിരുന്നു. അയ്യോ, അമ്മയുടെ നല്ല മോൾക്ക് ഇപ്പൊ നല്ല അടി കിട്ടും. ഞാൻ എന്തായാലും ഇത് അമ്മയോട് പോയി പറയാൻ പോവുക. അയ്യോ ചേച്ചി പ്ലീസ്, അമ്മയോട് പറയല്ലേ, നമുക്കിത് ഒപ്പിച്ച് വെക്കാം. എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി അമ്പും ബില്ലും ഇപ്പൊ എന്തായി? അയ്യോ ചേച്ചി പ്ലീസ് പ്ലീസ് പ്ലീസ്, അമ്മയോട് പറയല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഒപ്പിച്ച് വെക്കാം. ഞാൻ സഹായിക്കാം. അത് ഞാനല്ലല്ലോ പൊട്ടിച്ചത്, നീയല്ലേ പൊട്ടിച്ചത്. ദാ അമ്മ വരുന്നു. എന്താടി ഒരു ശബ്ദം കേട്ടുവിടുന്നേ? അയ്യോ, എന്റെ പൂപാത്രം. ആരാണിത് ചെയ്തത്? എന്റെ പ്രിയപ്പെട്ട പൂപാത്രം. നിങ്ങളല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചത് കേട്ടില്ലേ? ആരാണിത് ചെയ്തതെന്ന്? അയ്യോ അമ്മ, അങ്ങനെ തുറച്ചു നോക്കല്ലേ, എനിക്ക് പേടിയാവുന്നു. എങ്കിൽ സത്യം പറ, ആരാത് ചെയ്തതെന്ന്? അയ്യോ അമ്മ, ഞാനല്ല. ഇത് ചെയ്തതേ ഇവളാ, ഈ പിങ്കിമോള്. അവളെ ചൂല് കൊണ്ട് കളിച്ചപ്പോൾ അത് താഴെ വീണതാണ്. എടി ദുഷ്ടത്തി ചേച്ചി, പാര വെക്കാതെ. ചേച്ചി നുണ പറയുകയാണ്. ചേച്ചി റീൽസ് ചെയ്യാൻ വേണ്ടിട്ട് ഡാൻസ് കളിച്ചപ്പോൾ അത് തട്ടി താഴെ വീണതാണ്. പാവം, ഞാന് നിലത്ത് വീണ് ഉടഞ്ഞത് മാറ്റി വെക്കാൻ വന്നപ്പോഴാണ് അമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. വലിയ പോത പോലെ ആയല്ലോടി. നീ ഫോണും നോക്കി ഇരുന്നതും പോരാഞ്ഞിട്ട് കുറ്റം മുഴുവൻ ഈ ചെറിയ പെണ്ണിന്റെ മേത്താണോ? ഇങ്ങോട്ട് വന്നേ നീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദൈവമേ, കള്ളം പറഞ്ഞ അവൾക്ക് അവാർഡും, സത്യം പറഞ്ഞ എനിക്ക് ഇടിയും. ഇതെന്ത് ലോകം? കുറ്റം ചെയ്തതും പോരാഞ്ഞിട്ട് തെറ്റി ന്യായീകരിക്കാൻ നോക്കുന്നു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. സത്യമായിട്ടും അമ്മ ഞാനല്ല ചെയ്തത്. എന്നെ കബളിപ്പിക്കാൻ നോക്കുന്നു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നിക്കടി അവിടെ. കിട്ടണം, അങ്ങനെ തന്നെ കിട്ടണം.